Hi, welcome back. In this video, we are going to discuss the second part of the topic complex numbers. ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഒരു കോംപ്ലക്സ് നമ്പർ ഡിഫൈൻ ചെയ്തു. അതുപോലെ തന്നെ we studied the operations of complex numbers. Also, we discussed the conjugate of a complex number. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ആദ്യമായിട്ട് പറയുന്നത് ജിയോമെട്രിക് ഇന്റർപ്രിട്ടേഷൻ ഓഫ് എ കോംപ്ലക്സ് നമ്പർ ആണ്. Z is equal to x plus iy എന്നൊരു കോംപ്ലക്സ് നമ്പർ. A complex number z equal to x plus iy is uniquely determined by an ordered pair of real numbers x comma y. Okay, that is every complex number is uniquely determined by an ordered pair of real numbers. Here x corresponds to the real part of the complex number and y corresponds to the imaginary part of the complex number. That is, corresponding to each complex number z is equal to x plus iy, we can find a unique ordered pair of real numbers. Okay, x comma y. For example, the ordered pair 4 comma minus 5. Okay, this ordered pair corresponds the complex number z is equal to 4 minus 5i. Okay, corresponding to this, or conversely we can say that z is equal to 4 minus 5i determines the ordered pair 4 comma minus 5. Okay, അപ്പോൾ തിരിച്ചും പറയാൻ പറ്റുന്ന അർത്ഥം, അതായത് ഒരു ഓർഡേഡ് പെയർ ഉണ്ടെങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് ഒരു കോംപ്ലക്സ് നമ്പർ കാണാൻ പറ്റും. അതുപോലെ തന്നെ ഒരു കോംപ്ലക്സ് നമ്പർ കറസ്പോണ്ടിങ് ആയിട്ട് ഒരു ഓർഡേഡ് പെയർ നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, ഇനി ഒരു കോംപ്ലക്സ് നമ്പർ z is equal to x plus iy എന്നുള്ള ഒരു കോംപ്ലക്സ് നമ്പർ നമ്മൾ റെപ്രസെന്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ വി നീഡ് എ കോർഡിനേറ്റ് പ്ലെയിൻ. ഓക്കെ, ഒരു കോർഡിനേറ്റ് പ്ലെയിൻ നമുക്ക് ആവശ്യമായിരിക്കും. ഓക്കെ, പിന്നീട് കോർഡിനേറ്റ് പ്ലെയിൻ, അതായത് ഇങ്ങനെ ഒരു പോയിന്റ് ഇവിടെ നമുക്ക് എക്സ് കോമ വൈ എന്നുള്ളൊരു പോയിന്റ് ഉണ്ടെങ്കിൽ സാധാരണ കോർഡിനേറ്റ് പ്ലെയിൻ ഇങ്ങനെയാണ് പറയാറുള്ളത്. സോ ദിസ് ഇസ് എക്സ് ആക്സിസ് ആൻഡ് ദിസ് ഇസ് വൈ ആക്സിസ്. അപ്പോൾ ഈ ഒരു എക്സ് കോമ വൈ എന്നുള്ള ഒരു കോർഡിനേറ്റ് കറസ്പോണ്ടിങ് ആയിട്ടുള്ള കോംപ്ലക്സ് നമ്പർ എന്തായിരിക്കും? ദിസ് ഈസ് എക്സ് പ്ലസ് ഐ വൈ. അപ്പോൾ കോംപ്ലക്സ് നമ്പറിനെ നമുക്ക് ഇങ്ങനെ കോർഡിനേറ്റ് പ്ലെയിനിൽ റെപ്രസെന്റ് ചെയ്യാൻ പറ്റുമെന്ന് അർത്ഥം. ഓക്കെ, സോ ദിസ് ലെങ്ത് വിൽ ബി x and this length will be y. Clear? അപ്പോൾ ഇങ്ങനെ റെപ്രസെന്റ് ചെയ്യുന്ന കോംപ്ലക്സ് നമ്പേഴ്സിനെ റെപ്രസെന്റ് ചെയ്യുന്ന കോർഡിനേറ്റ് പ്ലെയിൻസിന് പറയുന്ന പേരാണ് കോംപ്ലക്സ് പ്ലെയിൻ ഓർ ഇസഡ് പ്ലെയിൻ. കോംപ്ലക്സ് പ്ലെയിൻ ഓർ ഇസഡ് പ്ലെയിൻ എന്ന് പറയാം. ഓക്കെ, കോർഡിനേറ്റിനെ റെപ്രസെന്റ് ചെയ്യുന്ന പ്ലെയിൻ നമുക്ക് കോംപ്ലക്സ് പ്ലെയിൻ അല്ലെങ്കിൽ ഇസഡ് പ്ലെയിൻ എന്ന് പറയാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇതിൽ നമ്മൾ ഈ ഹോറിസോണ്ടൽ ആക്സിനെ ഇങ്ങനെ റെപ്രസെന്റ് ചെയ്യുന്ന, ഇപ്പം നമ്മൾക്ക് ഒരു കോർഡിനേറ്റ് പ്ലെയിനിൽ നമ്മൾ കോംപ്ലക്സ് നമ്പേഴ്സിനെ റെപ്രസെന്റ് ചെയ്യുന്ന കറസ്പോണ്ടിങ് കോർഡിനേറ്റ് പ്ലെയിനെ കുറിച്ച് പറയുമ്പോൾ അതിലെ ഹോറിസോണ്ടൽ ആക്സിസ്, അതായത് എക്സ് ആക്സിസ് എന്ന് പറയുന്ന പേരാണ് റിയൽ ആക്സിസ് എന്ന് പറയും. എക്സ് ആക്സിന് അല്ലെങ്കിൽ ഹോറിസോണ്ടൽ ആക്സിനെ നമ്മൾ റിയൽ ആക്സിസ് എന്ന് പറയും. അതുപോലെ തന്നെ ഈ വൈ ആക്സിസ് അല്ലെങ്കിൽ വെർട്ടിക്കൽ ആക്സിസിനെ നമ്മൾ ഇമാജിനറി ആക്സിസ് എന്നും പറയും. Imaginary axis. Okay. Now നമുക്ക് z is equal to 3 plus i എന്നുള്ള ഒരു കോംപ്ലക്സ് നമ്പർ നമുക്ക് എങ്ങനെ റെപ്രസെന്റ് ചെയ്യാൻ പറ്റും? ദിസ് ഈസ് എക്സ് ആക്സിസ് ആൻഡ് ദിസ് ഈസ് വൈ ആക്സിസ്. സോ z equal to 3 plus i എന്ന് പറഞ്ഞാൽ x equal to 3. So 1, 2, 3 this and y equal to I1, that is this. So this is the point 3 comma 1, that is 3 plus I. Okay, അപ്പോൾ ഇങ്ങനെ നമുക്ക് പ്ലെയിനിൽ നമുക്ക് ഏതൊരു കോംപ്ലക്സ് നമ്പറിനെയും റെപ്രസെന്റ് ചെയ്യാൻ പറ്റും.
z equal to 2 plus 0y or 2. 2 means 2 is the real number, so this is actually 2 plus 0y. So this corresponds the point 2 comma 0. That means it will be on real axis. Okay, ഇതായിരിക്കും പോയിന്റ് വരാം 2,0 എന്നുള്ള പോയിന്റ് റിയൽ ആക്സിസിലായിരിക്കും. ഇതാണ് റിയൽ ആക്സിസ്, ഇത് ഇമാജിനറി ആക്സിസ് ആണ്. ഓക്കെ, അതുപോലെ തന്നെ z is equal to some 5i. 5i എന്ന് പറയുമ്പോൾ it corresponds the value the point 0,5. if it is minus 5i, then 0 comma minus 5, so it will be 0, x is 0 and real axis 0 and y component is minus 5. So this is 1 2 3 4 5, this is minus 5. It will be here, this is the point 0 comma minus 5, that is minus 5i. Okay, so ഇതുപോലെ നമുക്ക് ഏതൊരു കോംപ്ലക്സ് നമ്പറിനെയും നമുക്ക് ഇങ്ങനെ പ്ലെയിനിൽ റെപ്രസെന്റ് ചെയ്യാം. സോ ഈ പ്ലെയിന് പറയുന്ന പേരാണ് കോംപ്ലക്സ് പ്ലെയിൻ അല്ലെങ്കിൽ ഇസഡ് പ്ലെയിൻ. ആർഗൺ ഡയഗ്രാം, ആർഗൺ പ്ലെയിൻ എന്നൊക്കെ പറയാറുണ്ട്. ഈ പ്ലെയിൻ ആർഗൺ പ്ലെയിൻ എന്നും representation of a complex number in this plane is called Argand diagram. Okay, അങ്ങനെയും പറയാറുണ്ട്. ഇനി നമുക്ക് ഒരു കോംപ്ലക്സ് നമ്പറിനെ ഒരു വെക്ടർ ആയിട്ട് കൺസിഡർ ചെയ്യാൻ വേണമെങ്കിൽ, that is the complex number z is equal to x plus iy can also be viewed as a vector. Okay, as a vector. വെക്ടർ ആകുമ്പോൾ അതിനൊരു ടെർമിനൽ പോയിന്റും അതുപോലെ തന്നെ ഇനിഷ്യൽ പോയിന്റ് ഉണ്ടാവും. അപ്പോൾ ടെർമിനൽ പോയിന്റ് ആയിട്ട് ഒറിജിൻ കൊടുക്കാം. origin means 0.0,0 and the terminal point as x, y. ഇത് ടെർമിനൽ പോയിന്റും അതുപോലെ തന്നെ ഒറിജിൻ ഇനിഷ്യൽ പോയിന്റുമായി വരുന്ന ഒരു വെക്ടർ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ കോംപ്ലക്സ് നമ്പറിനെ കൺസിഡർ ചെയ്യാൻ പറ്റും. That is, a complex number z equal to x plus iy can be viewed as a vector whose initial point is the origin 0 0 and the terminal point is the point x comma y. അതായത് ഇതാണ് പോയിന്റ് x comma y എന്നുണ്ടെങ്കിൽ ഈ x comma y എന്നുള്ള പോയിന്റ്, അതായത് x plus iy എന്നുള്ള കോംപ്ലക്സ് നമ്പറിനെ നമുക്ക് ഇവിടുന്ന് ഇങ്ങനെ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഒരു വെക്ടർ ആയിട്ട് കൺസിഡർ ചെയ്യാന്ന് പറഞ്ഞത്. ഓക്കെ, ഇങ്ങനെ വെക്ടർ ആയിട്ട് കൺസിഡർ ചെയ്യാം. ഫോർ കൺവീനിയൻസ് ഞാൻ എതിർക്കാണ് പോയിന്റ്. ഓക്കെ, ഇങ്ങനെ ഒരു വെക്ടർ ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം എക്സ് വൈ എന്നുള്ള പോയിന്റിനെ. അതായത് എക്സ് പ്ലസ് ഐ വൈ എന്നുള്ള കോംപ്ലക്സ് നമ്പറിനെ നമുക്ക് വെക്ടർ ആയിട്ട് കൺസിഡർ ചെയ്യാം. ഇതിന്റെ ഒറിജിന് ഇനീഷ്യൽ പോയിന്റ് 0 0 എന്നുള്ള ഒറിജിനും അതുപോലെ തന്നെ ടെർമിനൽ പോയിന്റ് എക്സ് വൈ എന്നുള്ള പോയിന്റുമായിട്ട് നമുക്ക് വെക്ടർ ആയിട്ട് കൺസിഡർ ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് പറയാൻ പോകുന്നത് മോഡുലസ് ആണ്. മോഡുലസ് ഓർ അബ്സല്യൂട്ട് വാല്യൂ ഓഫ് എ കോംപ്ലക്സ് നമ്പർ. ഓക്കെ, മോഡുലസ് ഓർ അബ്സല്യൂട്ട് വാല്യൂ ഓഫ് എ കോംപ്ലക്സ് നമ്പർ. ഒരു കോംപ്ലക്സ് നമ്പറിന്റെ മോഡുലസ് എന്താണ്, അതുപോലെ തന്നെ എന്താണ് അബ്സല്യൂട്ട് വാല്യൂ ഓർ അബ്സല്യൂട്ട് വാല്യൂ എന്താണ്. അപ്പോൾ നമുക്ക് ഒരു കോംപ്ലക്സ് നമ്പർ z is equal to x plus iy എന്ന ഒരു കോംപ്ലക്സ് നമ്പറിന്റെ മോഡുലസ് ഡിഫൈൻ ചെയ്തിട്ടുള്ളത് എങ്ങനെയാണ്? It is denoted by modulus of z. Okay, or absolute value of z is denoted by this, and it is defined by square root of x square plus y square. Okay, നമ്മൾ സാധാരണ വെക്ടറിന്റെ മോഡുലസ് പറയുന്ന പോലെ തന്നെ അല്ലെങ്കിൽ വെക്ടറിന്റെ ലെങ്ത് പറയുന്ന പോലെ തന്നെ ആ വെക്ടറിന്റെ ലെങ്ത് വെച്ചിട്ട് നമുക്ക് ഇത് പറയാൻ പറ്റും. ആക്ച്വലി ഈ ഒരു ഇത് വെക്ടർ ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഈ ലെങ്ത് ആണ് എന്ത് പറയുന്നത്, സ്ക്വയർ റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ. ഓക്കെ, അപ്പോൾ അതിനെ നമുക്ക് എന്താക്കി എടുക്കാൻ പറ്റും, modulus of a complex number ആക്കി എടുക്കാം. Okay, so modulus of a complex number z equal to x plus iy is denoted by mod z and is defined by mod z is equal to square root of x square plus y square. നമുക്കറിയാം x square plus y square എന്ന് പറഞ്ഞാൽ z into z bar ആണ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. So this is nothing but square root of z into z bar. Okay, അപ്പോൾ ഇങ്ങനെ വെച്ചിട്ട് ആക്ച്വലി ദിസ് ഇസ് ഇതിന്റെ ഫിസിക്കൽ റെപ്രസെന്റേഷൻ എന്ന് പറഞ്ഞാൽ ഈ ലെങ്ത് ആണ്. അതായത് ഒറിജിനിൽ നിന്ന് ആ പോയിന്റ് വരെയുള്ള കറസ്പോണ്ടിങ് കോർഡിനേറ്റ് വരെയുള്ള ആ പോയിന്റ് വരെയുള്ള ലെങ്ത് ആണെന്ന് പറയുന്നത് മോഡുലസ് അല്ലെങ്കിൽ അബ്സല്യൂട്ട് വാല്യൂ ഓഫ് എ കോംപ്ലക്സ് നമ്പർ എന്ന് പറയുന്നത്. ഓക്കെ, ജോമെട്രിക്കലി പറയുകയാണെങ്കിൽ ഈ ലെങ്ത് ആയിരിക്കും. ഓക്കെ, മോഡുലസ് എന്ന് പറയുന്നത്.
ഫോർ എക്സാമ്പിൾ 2 പ്ലസ് 3i ഇതിൻ്റെ മോഡുലസ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? This is square root of 2 square plus 3 square, that is square root of 4 plus 9, that is square root of 13. Okay, and so for example, another example, minus 2 minus 5i, this is what plus 5i, square root of minus 2 whole square plus 5 square, this is nothing but square root of 4 plus 25, so this is square root of 29. Clear? Anyway, now square root of a minus 3 or 3, square root of 3 is nothing but square root of 3 is equal to 3 plus 0i, so 3 square plus 0 square, that is square root of 9, that is 3 itself. Okay, now square root of minus 3 varum square root of minus 3 whole square plus 0 square, this is nothing but square root of 9, that is 3. അപ്പോൾ ഒരു റിയൽ നമ്പറിൻ്റെ സ്ക്വയർ റൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ സാധാരണ ഉണ്ടാകുന്ന മോഡുലസ് തന്നെ, ആബ്സല്യൂട്ട് വാല്യൂ തന്നെയാണെന്ന് അർത്ഥം വിടും. ഓക്കെ, റിയൽ നമ്പർ ആണെങ്കിൽ. ഓക്കെ, അതുപോലെ തന്നെ ഒരു പ്യൂർലി ഇമാജിനറി നമ്പർ ആയിരുന്നെങ്കിൽ മൈനസ് 5i ആണെങ്കിൽ, സോറി, മോഡുലസ് ഓഫ് 5i എന്ന് പറഞ്ഞാൽ എന്ത് വരും? സ്ക്വയർ റൂട്ട് ഓഫ് 0 square plus 5 square, because this is 5i is nothing but 0 plus 5i, so this is square root of 5 square, that is 5 itself. Okay, square modulus of minus 3i is nothing but square root of 0 square plus minus 3 whole square, this is also equal to 3, square root of 3 itself. Okay, അതുപോലെ തന്നെ modulus of I എന്ത് വരും? It is 1. Okay, because square root of 0 square plus 1 square, this is equal to 1. ഇപ്പോൾ ഐയുടെ മോഡുലസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 ആണ്. ഓക്കെ, നെക്സ്റ്റ് ട്രയാങ്കുലർ ഇനീക്വാലിറ്റി. ട്രയാങ്കുലർ ഇനീക്വാലിറ്റി, ട്രയാങ്കുലർ ഇനീക്വാലിറ്റി ഇത് കേട്ടിട്ടുണ്ടാവും. കോംപ്ലക്സ് നമ്പറിൽ എന്താണ് ട്രയാങ്കുലർ ഇനീക്വാലിറ്റി നോക്കാം. നമ്മൾ സപ്പോസ് വി ഹാവ് ടു കോംപ്ലക്സ് നമ്പേഴ്സ് z1 ആൻഡ് z2. z1 z2 രണ്ട് കോംപ്ലക്സ് നമ്പേഴ്സ് ആണെന്ന് വിചാരിക്കാം. നമുക്ക് ജിയോമെട്രിക്കലി അതിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ജിയോമെട്രിക്കലി റെപ്രസെൻറ്റ് ചെയ്യുകയാണെങ്കിൽ ലെറ്റ് ദിസ് പോയിന്റ് ബി z1 ആൻഡ് ദിസ് പോയിന്റ് ബി z2. ഓക്കെ, ഇങ്ങനെ നമ്മൾ ജിയോമെട്രിക്കലി റെപ്രസെൻറ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞു കോംപ്ലക്സ് നമ്പേഴ്സിനെ നമുക്ക് വെക്ടറായിട്ട് കൺസിഡർ ചെയ്യാം, അല്ലെങ്കിൽ വെക്ടറായിട്ട് നമുക്ക് നോക്കാൻ പറ്റുമെന്ന് പറഞ്ഞു. ഓക്കെ, ഇതിങ്ങനെ വെക്ടറായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം, അതുപോലെ തന്നെ ഇതിങ്ങനെയും വെക്ടറായിട്ട് കൺസിഡർ ചെയ്യാം. സോ വെക്ടറായിട്ട് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ വാട്ട് വിൽ ബി z1 പ്ലസ് z2, രണ്ട് വെക്ടേഴ്സ് ആഡ് ചെയ്യുന്നത് നമുക്കറിയാം. അതായത് ഈ ഒരു കോംപ്ലക്സ് നമ്പർ നമ്മൾ നേരെ ഇവിടെ വെക്കുന്നു അല്ലേ, ഇങ്ങനെ വരും. ദെൻ ദിസ് പോയിന്റ് വിൽ ബി z1 പ്ലസ് z2, അതായത് വെക്ടറായിട്ട് കൺസിഡർ ചെയ്യുമ്പോൾ ഈ ലെങ്ത് ഇതായിരിക്കും z1 പ്ലസ് z2 എന്നുള്ളത്. ഓക്കെ, അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ഇതാണ് ഇപ്പോൾ z1, ഈ ലെങ്ത്താണ് z1, അല്ലെങ്കിൽ ഇതാണ് z2. ഓക്കെ, ജോമെട്രിക്കൽ റെപ്രസെൻറ്റേഷൻ നമ്മൾ വെക്ടറായിട്ട് പറയുമ്പോൾ ഈ ലെങ്ത്താണ്, ഇതും z2, ദിസ് ഈസ് z1 പ്ലസ് z2 ആൻഡ് ദിസ് ഈസ് z1. അപ്പോൾ ഈ ഒരു ട്രയാങ്കിൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഈ z1 പ്ലസ് z2 എന്ന വെക്ടറിൻ്റെ ലെങ്ത് z2ൻ്റെയും ദിസ് ഈസ് z1 ആവും. ഓക്കെ, z1ൻ്റെയും z2ൻ്റെയും ലെങ്ത്തിൻ്റെ സമ്മിനേക്കാളും കൂടുതലാവാൻ പാടില്ല. ഓക്കെ, ദാറ്റ് ഈസ് the length of the side of this triangle corresponding to the vector z1 plus z2, that is this length is cannot be longer than the sum of the lengths of these z1 and z2. ഓക്കെ, അതായത് ഈ ട്രയാങ്കിളിലെ ഈ വലിയ ലെങ്ത് എന്നുള്ളത് ഈ സൈഡിൻ്റെ ലെങ്ത് എന്താകാൻ പാടില്ല, ഈ ലെങ്ത്തിൻ്റെയും ഈ ലെങ്ത്തിൻ്റെയും സമ്മിനേക്കാളും കൂടാൻ പാടില്ല. ഓക്കെ, ദാറ്റ് ഈസ്, അത് നമുക്ക് മാത്തമാറ്റിക്കലി എങ്ങനെ എഴുതാൻ പറ്റും? മോഡുലസ് ഓഫ് z1 പ്ലസ് z2 ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു മോഡുലസ് ഓഫ് z1 പ്ലസ് മോഡുലസ് ഓഫ് z2. ദിസ് ഇനീക്വാലിറ്റി ഈസ് കോൾഡ് ദ ട്രയാങ്കിൾ ഇനീക്വാലിറ്റി. ഓക്കെ, ഇതിനെ പറഞ്ഞതാണ് ട്രയാങ്കിൾ ഇനീക്വാലിറ്റി.
അപ്പോൾ ഇതൊരു ഫൈൻ സം ഓഫ് കോംപ്ലക്സ് നമ്പേഴ്സിലേക്ക് നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റും. അതായത് മോഡുലസ് ഓഫ് z1 പ്ലസ് z2 പ്ലസ് എക്സെട്ര പ്ലസ് zn. This is equal to, this is less than or equal to mod z1 plus mod z2 plus etc. mod zn. ഇങ്ങനെ എഴുതാൻ പറ്റും. By using this triangular inequality, we will get another inequality like this. Modulus of or absolute value of z1 plus z2 plus negative z2. Actually, modulus of this is nothing but mod z2. So by using this inequality, triangle inequality, taking this is z1 plus z2 as first component and this is second number. By this inequality we have this is less than or equal to mod z1 plus z2 plus mod minus z2, right? But we know this is mod z1 plus z2 minus z2 is mod z2, mod z1. So mod z1 is less than or equal to mod z1 plus z2 plus mod z2. Modulus of negative z2 is mod z2. Okay, that means mod z1 plus z2 is greater than or equal to mod z1 minus mod z2. Okay, ഇങ്ങനൊരു ഇനീക്വാലിറ്റി കൂടെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. Okay, now next move on to a question. If z equal to x plus iy, find modulus of z plus 5z bar. Okay, അപ്പോൾ എന്താണ് modulus of z plus 5z bar എന്നാണ് ചോദിക്കേണ്ടത്. അപ്പോൾ we know z equal to x plus iy implies z bar is equal to x minus iy. So modulus of z plus 5 into z bar is nothing but modulus of x plus iy plus 5 into x minus iy, right? Because z bar is x minus iy. So this is nothing but separating the real and imaginary part, x plus 5x, that is x plus iy plus 5x minus I into 5y, that is x plus 5x is 6x, modulus of 6x minus 4iy, that is I into 4y. Okay, so this is nothing but modulus of this is square root of real part square, that is 6x whole square plus imaginary part is minus 4y whole square. Okay, this is equal to square root of 36x square plus 16y square. So this will be the modulus of this. Next question is, find a complex number z satisfying the equation z by 1 plus z bar is equal to 3 plus 4i. That means we need to solve this equation for z. Okay, that is we need to find a complex number z such that for z equal to x plus y such that which satisfies this equation. Okay, so if you are taking z equal to x plus y, we have z bar is equal to x minus iy. So from this equation, equation number 1 can be written as z equal to 3 plus 4i into 1 plus z bar. So that is x plus iy in equal to 3 plus 4i into 1 plus z bar is x minus iy. Okay, now multiplying this in RHS we get 3 into 1, that is 3 plus 3x minus I into 3y. Now 4y into 1 is 4i plus 4x into I minus I square is negative 1, so plus 4 into I. Okay, that is x plus iy equal to this. Now taking the variable parts to left side and the constants right side, we have, or we get this x plus iy minus I3y is here, so my 3x is here, so minus 3x minus I3y, so plus I into 3y. Now this is 4xi minus I into 4x minus 4y equal to the constants 3 plus 4. Okay, so now separating the real and imaginary parts, we get x minus 3x
x minus 3x minus 4y. This is the real part, plus I into imaginary part is y plus 3y minus 4x equal to 3 plus 4y. Okay, so x minus 3x minus 4y plus I into y plus 3y minus 4x, right? So this is nothing but x minus 3x is minus 2x minus 4y plus I into 3y plus y is 4y minus 4x equal to 3 plus 4i. Okay. Now equating the real and imaginary parts, your left side real part is minus 2x plus minus 4y. So this is equal to 3 and 4y minus 4x equal to 4. So equating real and imaginary parts, we get 2x minus 4y equal to 3 and imaginary part is nothing but 4y minus 4x equal to 4. Okay. Now ഇത് രണ്ടും സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? എക്സും വൈയും കിട്ടും. Okay. So for convenience ഞാൻ ഇങ്ങനെ എഴുതാണ് ഇവിടെ. This implies minus 2x minus 4y equal to 3 and from this equation 4y minus 4x equal to 4. നമുക്ക് 4 ഡിവൈഡ് ചെയ്യാം, പക്ഷേ ഞാൻ കൺവീനിയൻസ് വേണ്ടി 2 ഡിവൈഡ് ചെയ്യാം. സോ 2 ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ minus 2x plus 2y equal to 2 വരും. Now subtracting, we get what? Subtracting minus 2x 0, minus 4y minus 2y minus 6y is equal to 3 minus 2, this is 1. So this implies y equal to minus 1 by 6. Okay, y equal to minus 1 by 6. So putting y equal to minus 1 by 6 here, we get minus 2x is equal to 3 plus 4y, that is 3 plus 4y, that is 3 minus 4 into 1 by 6. Y is minus 1 by 6. So this is equal to 3 minus 2 by 3. So 9 minus, right? Yeah, 9 minus 2, that is 7 by 3. This is minus 2x. So x is equal to 7 by 3 by minus 2. So minus 7 by 6. So we have x equal to minus 7 by 6 and y equal to minus 1 by 6. Therefore, the required value of z is equal to x plus iy, which is equal to minus 7 by 6 minus 1 by 6 into I. ഇതായിരിക്കും നമ്മുടെ സൊല്യൂഷൻ z എന്നുള്ളത്. നമുക്ക് ഇവിടെ റീപ്ലേസ് വേണമെങ്കിൽ അത് ഇവിടെ റീപ്ലേസ് ചെയ്തിട്ട് നോക്കാം. ഇവിടെ റീപ്ലേസ് ചെയ്തിട്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെന്ന് നോക്കാൻ പറ്റും. ഓക്കെ, സോ താങ്ക്സ് ഫോർ വാച്ചിങ്.